ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വൈകുണ്ഠ ഏകാദശിയുടെ അന്ന് നമ്മൾ ചൊല്ലേണ്ടുന്ന അതീവ ഫലപ്രദമായ ഒരു മന്ത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിൽ ചെയ്യേണ്ടുന്ന ഒരു വഴിപാടിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ ഒരുപാട് പേര് 30 31 എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ വീഡിയോസിൽ അത് വ്യക്തമായി പറഞ്ഞിരുന്നതാണ്. എന്നാൽ പോലും പറയാം. നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ, വിഷ്ണു ക്ഷേത്രത്തിൽ എന്നാണ് ഏകാദശി ആചരിക്കുന്നതെന്നും ചോദിച്ചു നോക്കൂ. 30-ാം തീയതി ആണെങ്കിൽ നിങ്ങൾക്ക് 30-ാം തീയതി വ്രതമെടുക്കാം. 31-ാം തീയതി ആണെങ്കിൽ 31-ാം തീയതി വ്രതമെടുക്കാം. ദ്വാദശി പണം സമർപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് 30-ാം തീയതി വ്രതമെടുത്ത് 31-ാം തീയതി ദ്വാദശി പണം സമർപ്പിക്കാവുന്നതാണ്. 1-ാം തീയതി അതിരാവിലെയോടുകൂടി തന്നെ ദ്വാദശി അവസാനിക്കുന്നത് കൊണ്ടാണ് എല്ലാവർക്കും ഈ പ്രാവശ്യം ഇത്രയും വലിയൊരു സംശയം വന്നിരിക്കുന്നത്. സോ 30-ാം തീയതിയാണെങ്കിലും 31-ാം തീയതിയാണെങ്കിലും ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഏകാദശി വ്രതം എടുക്കാവുന്നതാണ്. ഈ ഏകാദശി ദിവസം നമ്മൾ വീട്ടിൽ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ച്. ഇത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് 30-ാം തീയതി, അതായത് നിങ്ങൾ എന്നാണോ ഏകാദശി വ്രതം എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ ദിവസം ചൊല്ലാം. 30-ാം തീയതിയോ 31-ാം തീയതിയോ ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. രാവിലെയോ വൈകിട്ടോ ഏതൊരു സമയത്തും ചൊല്ലാം. ചെയ്യേണ്ടുന്ന കാര്യം, ഒന്നെങ്കിൽ ഭഗവാന് മുൻപിൽ 2 മാവിളക്ക് തെളിയിച്ച് വെക്കുക. മാവിളക്ക് തെളിയിച്ച് വെക്കേണ്ടുന്ന രീതിയെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് സാധിക്കാത്തവർക്ക് മൺവിളക്കിൽ നെയ്യൊഴിച്ച് ഒരു ദീപം കൊളുത്തി ഭഗവാന് മുൻപിൽ വെക്കുക. ദീപത്തിൻ്റെ നാളം ഭഗവാനെ നോക്കി ഇരിക്കുന്ന പോലെ വേണം. അത് കൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ, വെങ്കടേശ്വര ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ എന്തുമാവാം. ആ ഒരു വിളക്കിന് ചുറ്റുമായിട്ട് ഒന്നെങ്കിൽ തുളസി ഇലകൾ കൊണ്ട്, അല്ലെങ്കിൽ മുല്ലപ്പൂക്കൾ കൊണ്ടോ താമരപ്പൂവിൻ്റെ ഇതളുകൾ കൊണ്ടോ നിങ്ങൾക്ക് അലങ്കരിക്കാം. കൂട്ടത്തിൽ കൂവളത്തിൻ്റെ ഇലയും എടുക്കാവുന്നതാണ്. ശേഷം നമ്മൾ അവിടെ ഇരുന്നിട്ട് ഭഗവാന്റെ ഈ ഒരു മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. ജപിക്കും മുൻപ് നമ്മൾ നമ്മുടെ വലത്തേ കൈയിൽ ഒരല്പം ജലമെടുക്കണം. നമ്മൾ ക്ഷേത്രത്തിൽ നിന്നൊക്കെ നമ്മുടെ വലത്തേ കൈയിൽ തീർത്ഥം മേടിക്കുന്ന അതേ രീതിയിൽ ഒരല്പം ജലം, ഇപ്പം വീട്ടിൽ പഞ്ചപാത്രമുണ്ടെങ്കിൽ ആ പഞ്ചപാത്രത്തിൽ സ്പൂണുകൊണ്ട് കുറച്ച് ജലമെടുത്ത് നമ്മുടെ വലത്തേ കൈയിൽ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ആ ഒരു ജലം കയ്യിൽ പിടിച്ച് നാരായണ 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 എന്ന് ചൊല്ലുക. ചൊല്ലിയതിന് ശേഷം ഭഗവാനെ നിങ്ങളുടെ ആഗ്രഹം, ആ ഒരു ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഒന്നെങ്കിൽ 2026 നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഒരാഗ്രഹം എല്ലാവരുടെയും ഉള്ളിലും ഉണ്ടാകും. ആ ഒരാഗ്രഹം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം ആ ജലം നിങ്ങൾക്ക് നിലത്തൊഴിക്കാതെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ, ജലമെടുത്ത അതേ പാത്രത്തിലോട്ട് ഒഴിക്കുക. അതായത് ഇപ്പോൾ ഒരു ഗ്ലാസ്സിലാണ് നിങ്ങൾ ജലമെടുത്ത് അടുത്ത് വെച്ചെങ്കിൽ ആ ഗ്ലാസ്സിലോട്ട് ഒഴിക്കരുത്. പഞ്ചപാത്രമാണെങ്കിൽ പഞ്ചപാത്രത്തിലോട്ട് ഒഴിക്കരുത്. പകരം ഏതെങ്കിലും, ചിലപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഒരു കുഞ്ഞു പാത്രം എടുത്ത് അടുത്ത് വെച്ചിട്ട് അതിലോട്ട് ഒഴിച്ചാലും മതിയാകും. അതിനുശേഷം കൈകൾ കൂപ്പിക്കൊണ്ട് ഭഗവാന്റെ ഈ ഒരു മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. ചൊല്ലേണ്ടുന്ന മന്ത്രം ഇതാണ്: ഓം നമോ ശ്രീഹരയേ ലക്ഷ്മീപതയേ നമഃ. ഓം നമോ ശ്രീഹരയേ ലക്ഷ്മീപതയേ നമഃ. ഈ മന്ത്രം അധികം സ്പീഡിലൊന്നുമില്ലാതെ നമ്മൾ ചാൻറ്റ് ചെയ്യുക 108 പ്രാവശ്യം. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പോയി നമ്മൾ ചെയ്യേണ്ടുന്ന വഴിപാട് അതെന്താണെന്ന് പറയുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ക്ഷേത്രത്തിൽ പോയി ചൊല്ലാവുന്നതാണ്. അതായത് ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് തരുന്ന ആ തീർത്ഥജലം, അത് നമ്മൾക്ക് കയ്യിൽ കിട്ടുന്ന ആ ഒരു സമയത്ത് ഇതേ കാര്യം ചെയ്ത് ആ ജലം നമുക്ക് കുടിക്കാവുന്നതാണ്. കാരണം നമ്മളിത് വീട്ടിൽ നമ്മളിത് കുടിക്കാൻ പാടില്ല. പക്ഷേ ക്ഷേത്രത്തിൽ പോയാണ് നിങ്ങളിത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ പോയിരുന്ന ഈ ഒരു തീർത്ഥത്തിൽ നമ്മൾ സങ്കല്പം ചെയ്തിട്ട് നിങ്ങൾക്കത് കുടിക്കാം. എന്നിട്ട് അവിടെ ഇരുന്ന് ഈ ഒരു മന്ത്രം ചൊല്ലാം. അങ്ങനെ നമ്മൾ, ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്, ക്ഷേത്രത്തിൽ പോയിരുന്ന് ചെയ്യണം, വീട്ടിൽ പോയിരുന്ന് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഈ ഒരു വഴിപാട് നമ്മൾ ക്ഷേത്രത്തിൽ പോയിരുന്ന് തന്നെ ചെയ്യണം. മറ്റൊന്നുമല്ല, പാൽപായസമാണ്. നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും പേരുടെയും പേരിൽ ഭഗവാന് പാൽപായസം കഴിപ്പിക്കുക.
അതായത് ഇപ്പം വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരുടെയും പേരിൽ, 2 പേരേ ഉള്ളെങ്കിൽ 2 പേരുടെയും പേരിൽ ആരെയും മാറ്റി നിർത്തരുത്. ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടെങ്കിൽ അവരെയും ഉൾപ്പെടുത്തി തന്നെ ചെയ്യണം. കാരണം ആ വീട്ടിലുള്ള എല്ലാവരുടെയും പേരിൽ ചെയ്യുമ്പോഴേ ആ ഒരു ഐശ്വര്യം നമ്മുടെ വീട്ടിലോട്ട് വരികയുള്ളൂ. അതുകൊണ്ടാണ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പം പാൽപായസം വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക. ഇനി അബ്രോഡൊക്കെ താമസിക്കുന്നവരാണ്, വീടിനടുത്ത് ക്ഷേത്രമില്ല, പോകാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇതേ കാര്യം വീട്ടിൽ ചെയ്യാതെ, പറ്റാത്തവർ മാത്രമാണ് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നു, ക്ഷേത്രത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. പറ്റാത്തവർ വീട്ടിൽ ചെയ്യണം. വീട്ടിൽ ചെയ്യുമ്പം എത്ര അംഗങ്ങളുണ്ടോ അത്രയും ഗ്ലാസ്സിൽ നമ്മൾ പാൽപായസം എടുക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. അപ്പം ഒരു 5 അംഗങ്ങളുണ്ടെങ്കിൽ 5 ഗ്ലാസ്സിൽ പാൽപായസം എടുത്ത് ഭഗവാന് മുൻപിൽ നമ്മൾ സമർപ്പിക്കണം, ഓരോരുത്തർക്കും വേണ്ടിയിട്ട്. അപ്പം അതിലോരോ തുളസി ഇലകൾ കൂടി ഇടാനായിട്ട് മറക്കരുത്. അതിനുശേഷം ഓരോരുത്തർക്കായിട്ട് സമർപ്പിച്ചിട്ടുള്ള ഗ്ലാസ് അവനവന് തന്നെ കുടിക്കാൻ കൊടുക്കണം. ഇപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ മനസ്സുരുകി തന്നെ ഭഗവാനോട് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പ്രാർത്ഥിക്കണം. ഇനി പീരിയഡ്സ്, പുല, വാലായ്മ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിങ്ങൾക്ക് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 30-ാം തീയതിയോ 31-ാം തീയതിയോ നിങ്ങൾ തന്നെ ഒരു ദിവസം സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ്. ഏകാദശി വ്രതത്തിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസുമില്ല. ക്ഷേത്രത്തിൽ പോകാനോ വിളക്ക് തെളിയിക്കാനോ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ മന്ത്രം 108 എന്നുള്ള കൗണ്ടിങ്ങിന് പകരം എത്ര പ്രാവശ്യം വേണമെങ്കിലും ജപിച്ചുകൊണ്ടേ ഇരിക്കുക. ഇതേ രീതിയിൽ സങ്കല്പം ചെയ്യാം, ഇതേ രീതിയിൽ മന്ത്രം ചൊല്ലി ഭഗവാനോട് പ്രാർത്ഥിക്കുക. പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. അത് ജനുവരി 1-നായാൽ ഉത്തമം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് പോയത് ക്ഷേത്രത്തിൽ ചെയ്യാം. അതിൻ്റെ ഫുൾ ഫലവും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ലഭിക്കും. സോ എല്ലാവരും ഈ കാര്യം ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ ഒരു കാര്യം പറഞ്ഞത്. സോ എല്ലാവരും ചെയ്യണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.